എല്ലാവർക്കും നമസ്കാരം. ആസ്ട്രോ തോട്ട്സ് ബൈ അനിത രഘുനാഥ് എന്ന എൻ്റെ വീഡിയോ ചാനലിലേക്ക് സ്വാഗതം. 2025 ഗ്രഹങ്ങളുടെ സഞ്ചാരം മൂലം ധനുക്കൂറിൽപ്പെട്ട മൂലം, പൂരാടം, ഉത്രാടം 1-ാം പാദം നക്ഷത്ര ജാതർക്കുണ്ടാകാവുന്ന അനുഭവങ്ങളെ പറ്റിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുവാൻ ഉദ്ദേശിക്കുന്നത്. 2025 വർഷഫലം പറയുമ്പോൾ പ്രധാനമായും ശനിയും രാഹുവും വ്യാഴവും രാശി മാറുന്ന ഒരു വർഷമാണ് ഈ 2025 എന്നുള്ളത്. അതുകൊണ്ട് ഇത് മനുഷ്യജീവിതത്തെ സാരമായി ബാധിക്കുന്ന ചില കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയേണ്ടി വരുന്നത്. അതായത് വ്യാഴം ഇവർക്ക് അനുകൂലവും ശനി ഇവർക്ക് പ്രതികൂലവുമായിട്ട് ആണ് ഈ രാശി മാറ്റങ്ങളിൽ വരുന്നത്. ഇതുകൊണ്ട് തന്നെ ചില നല്ല നമ്മളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ഈ ഒരു രാശിമാറ്റത്തിൻ്റെ ഗുണഫലങ്ങൾ എങ്ങനെയാണ് അനുകൂലമാക്കി എടുക്കേണ്ടത് ഉള്ള ഒരു സദുദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അത് ഏവർക്കും ഉപകാരപ്പെടണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ്, അല്ലാതെ ആളുകളെ ഭയപ്പെടുത്തുക എന്നുള്ള ഒരു ഉദ്ദേശമൊന്നും എനിക്കില്ല. വളരെ എല്ലാവർക്കും ഈ ഒരു വീഡിയോ അവരുടെ ജീവിതം എങ്ങനെ ചിട്ടപ്പെടുത്തണം, ഇവർക്ക് അനുകൂലമായി വരുന്ന ഈ വ്യാഴത്തെ എങ്ങനെ വേണം ഇവർ അനുകൂലമാക്കി എടുക്കുവാൻ എന്നൊക്കെയുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാം. 6-ാം ഭാവത്തിൽ വ്യാഴവും 3-ാം ഭാവത്തിൽ ശനിയും 4-ാം ഭാവത്തിൽ രാഹുവും സഞ്ചരിക്കുന്ന ഒരു കാലമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനാൽ തന്നെ ഒരു സമ്മിശ്ര ഫലമാണ് പറയേണ്ടത്. അതായത് 3-ാം ഭാവത്തിലെ ശനി ഗുണഫലം തരുമ്പോൾ 6-ാം ഭാവത്തിലെ വ്യാഴവും 4-ാം ഭാവത്തിലെ രാഹുവും അത്ര തന്നെ നല്ല ഫലങ്ങൾ തരുന്നുമില്ല. അതായത് സുഖത്തിന് വകയുണ്ടായിരുന്നാൽ തന്നെയും എല്ലാം ദുഃഖമായി കരുതി ക്ലേശിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ നടന്നുകൊണ്ട് വരുന്നത്. ഭാര്യയ്ക്കും ബന്ധുക്കൾക്കുമൊക്കെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു സമയമാണ് ഈ 6-ലെ വ്യാഴവും 4-ാം ഭാവത്തിലെ രാഹുവും കൂടി നൽകുന്നത്. കാര്യങ്ങളിൽ ഉദാസീനത ഉണ്ടാകാതെ ജാഗ്രതയോടെ ഇരിക്കേണ്ട സമയമാണ് എന്ന് ചുരുക്കം. പോരാഞ്ഞ് 2025 മാർച്ച് 29 ഈ ശനിയുടെ രാശിമാറ്റം വരുന്നു. ഈ ഒരു ശനിയുടെ രാശിമാറ്റം ഇവർക്ക് 3-ൽ അനുകൂലമായ ഒരു ഫലങ്ങളൊക്കെ തന്ന, അതായത് വാഹനലാഭവും ധനസിദ്ധി, ആരോഗ്യം തുടങ്ങിയ അഭീഷ്ടസിദ്ധിയൊക്കെ ആയിരുന്നു ഈ ഒരു 3-ലെ ശനിയെ കൊണ്ട് ഇവർക്ക് ഇതിനു മുമ്പ് പറഞ്ഞിരുന്നത്. ഈ ശനി ഇങ്ങനെ ഒരു ഗുണമായിട്ട് നിന്നതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു വ്യാഴത്തിൻ്റെ ആ ഒരു ദോഷത്തിന് ഒരു സമാധാനമൊക്കെ അവർക്ക് മനസ്സിന് കിട്ടിക്കൊണ്ടിരുന്ന് കാണണം. അതായത് വ്യാഴം അനുകൂലമല്ലെങ്കിൽ പോലും ശനി ഒരു അനുകൂല ഫലത്തിലൊക്കെ ആയിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത് മാർച്ച് 29 മുമ്പ്. എന്നാൽ മാർച്ച് 29 ഈ ശനി ഇവർക്ക് 4-ലേക്ക് വന്ന് കണ്ടക ശനിയായിട്ട് വരികയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഇവർക്ക് അവരുടെ മനസ്സിന് ഒരു കൗടില്യമുള്ള മനസ്സാവാനുള്ള സാധ്യതയാണ് ആചാര്യം പറയുന്നത്. അതിനാൽ തന്നെ ഇവർക്ക് എല്ലാവരോടും കലഹ മനോഭാവമായിരിക്കും ഉണ്ടാകുന്നത്. തൻ്റെ ഭാര്യയോടും ധനാദികളോടുമൊക്കെ വേർപാടും ഒക്കെ ഈ ശനി കൊണ്ടുവരും എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് ഇവർ സ്വയം നിയന്ത്രിക്കുവാൻ വേണ്ട കാര്യങ്ങളൊക്കെ മനസ്സിനെ പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത് വേണം അറിയുവാൻ. അവർക്ക് വ്യാഴവും അനുകൂലമല്ല ഈ ഒരു 2025 മെയ് 17 വരെയുള്ള കാലഘട്ടം എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഇവർക്ക് കൊടുങ്കാറ്റ് പോലെ ശത്രുക്കളൊക്കെ ഉയർത്തെഴുന്നേറ്റ് വന്ന ഒരവസ്ഥയാണ് മെയ് 17, 2025 വരെയും നടക്കുന്നത്. അതായത് എല്ലാ വിധത്തിലും ഉപദ്രവിക്കാനുള്ള ശ്രമം നടത്തുന്ന ശത്രുക്കൾ നടത്തുന്ന ഒരു സമയമാണ്. രോഗങ്ങൾ വരാനോ ഉള്ളവ അധികരിക്കാനോ ഒക്കെ ഇടവരുന്ന സമയമാണ് ഈ മെയ് 17 വരെയും. വ്യാഴം സന്താനകാരകനും കൂടിയാകയാൽ സന്താനങ്ങൾക്കും ധനപരമായ ആഗ്രഹത്താൽ വിവിധ പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ ഇടവരുത്തുകയും ചെയ്യും. ശരീരത്തിൽ കൊഴുപ്പിൻ്റെ അംശം വർദ്ധിക്കുകയും പ്രമേഹം വർദ്ധിക്കുകയും രോഗപ്രതിരോധ ശക്തി കുറയുകയും പകർച്ചവ്യാധികൾക്ക് ഇടവരികയും അതുപോലെ കോടതി, പോലീസ് എന്നിവയുമായി ഒക്കെ ബന്ധപ്പെട്ട വൈഷമ്യങ്ങൾക്കൊക്കെ സാധ്യതയുള്ള ഒരു സമയമാണ് ഈ ഒരു മെയ് 17 വരെയുമുള്ള കാലഘട്ടം. പോരെങ്കിൽ മെയ് 19 വരെയും ഇവർക്ക് രാഹുവിൻ്റെ സ്ഥിതി നോക്കിയാൽ രാഹു 4-ലും കേതു 10-ലുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്.
4-ൽ നിൽക്കുന്ന രാഹു ശ്വാസോച്ഛ്വാസ സംബന്ധിയായ അസുഖങ്ങൾക്ക് കാരണമാകുന്നതാണ്. കൂടാതെ ആഭരണ നഷ്ടം, വസ്ത്രങ്ങൾ കേടുവരിക, കുടുംബകലഹം, വളർത്തുമൃഗങ്ങൾക്ക് നാശം, വാഹനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്നിവയ്ക്കും ഇടയാക്കും. കേതു കർമ്മസ്ഥാനത്ത് വിവിധ വിഷമതകളാണ് ഇപ്പോൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. കർമ്മനഷ്ടം, കർമ്മതടസ്സം, പ്രവൃത്തികളിൽ നിന്ന് ബന്ധനം, അബദ്ധമായി കാര്യങ്ങൾ ചെയ്യുക എന്നിവയ്ക്കൊക്കെ ഇടവരുത്തുന്ന ഒരു സമയമാണ് ഈ മെയ് 19 വരെയും രാഹുകേതുക്കൾ നൽകുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് അതായത് അവർക്ക് ഈ ശനി മാർച്ച് 29-ന് ശേഷം വിഷമമായിട്ട് വരുന്നു. അതുപോലെ മെയ് 19, 2025 വരെയും ഇവർക്ക് വ്യാഴം അനുകൂലമല്ല, രാഹുവും അനുകൂലമല്ല. അപ്പോൾ ഇവർക്ക് ശനിയെയും വ്യാഴത്തിനെയും കേതുവിനെയും പ്രീതിപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അത് കർമ്മതടസ്സമൊക്കെ മാറുവാനായിട്ട് ഈ മെയ് 19 വരെയുള്ള ഒരു സമയം ഗണപതി ഹോമവും ഒക്കെ മാസം തോറും നടത്തുകയും അതുപോലെ വ്യാഴ ശനി ദോഷങ്ങൾ ബാധിച്ചിരിക്കുന്നതിനാൽ ഗുരുവായൂർ ക്ഷേത്രം പോലെയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി ആ വ്യാഴദോഷത്തിന് പരിഹാരം കാണുകയും ശനിയുടെ ദോഷവും ശാസ്താക്ഷേത്രങ്ങളിൽ ശനിയാഴ്ചകൾ തോറും ദർശനം നടത്തി വേണ്ട വഴിപാടുകളൊക്കെ നടത്തുകയും ചെയ്യണം. അങ്ങനെ ഈ വ്യാഴവും ശനിയും അനുകൂലമല്ലാത്തവർക്ക് ഗുരുവായൂർ ക്ഷേത്രം പോലെയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. എന്തെന്നാൽ ദേവഗുരുവായ വ്യാഴത്തെ പ്രതിനിധീകരിക്കുന്ന ബൃഹസ്പതിയും ശനിയെ പ്രതിനിധീകരിക്കുന്ന വായുദേവനും കൂടി പ്രതിഷ്ഠ ചെയ്ത ക്ഷേത്രമാണല്ലോ ഗുരുവായൂർ. ആ ഒരു 2025 വരെയുള്ള മെയ് വരെയുള്ള കാലഘട്ടമാണ് ഇവർക്ക് തീരെ അനുകൂലമല്ലാതെ ഇരിക്കുന്നത്. എന്നാൽ ഇവർക്ക് ആശ്വാസമാണ് ഇങ്ങനെ മെയ് 17-ന് 2025 മെയ് 17-നുള്ള ഈ വ്യാഴത്തിൻ്റെ രാശിമാറ്റം. ഇവർക്ക് വ്യാഴം രാശി മാറുന്നത് ഉത്തമമായ സ്ഥാനത്തേക്കാണ്. അതായത് ഇവർക്ക് 7-ലോട്ട് വ്യാഴം രാശി മാറുന്നു. ഇവരുടെ കൂറിൻ്റെ അധിപനായ വ്യാഴമാണ് ഈ കൂറിലോട്ട് ദൃഷ്ടി ചെയ്ത് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ ശത്രുക്കളുടെ ഉപദ്രവവും ഒക്കെ ഒന്ന് മാറി കള്ളന്മാരുടെ ഉപദ്രവവും പരീക്ഷകളുടെ വൈഷമ്യവും ഇങ്ങനെയൊക്കെ അനുഭവിച്ച് വിഷമിച്ച ഇവർക്ക് എല്ലാം അനുകൂലമാകുന്ന സ്ഥിതിയാണ് ഉണ്ടാവാൻ പോകുന്നത്. വിവാഹം, നല്ല സുഹൃത്ത് ബന്ധം, അപ്രതീക്ഷിതമായ പ്രണയബന്ധം, നല്ല ഭാര്യാഭർത്തൃബന്ധം എന്നിവയൊക്കെ ഇവർക്ക് പ്രതീക്ഷിക്കാം. ഭാര്യാഭർത്താക്കന്മാർ അകന്ന് താമസിക്കുകയാണെങ്കിൽ ഒന്നിക്കാനിടവരികയും ചെയ്യും. പങ്കുകച്ചവടങ്ങൾ, കൂട്ടായ പ്രവൃത്തികൾ എന്നിവയിൽ ഒക്കെ തുടങ്ങാൻ ഉത്തമമായ സമയമാണ് ഈ വ്യാഴം അനുകൂലമായതിനാൽ. എന്നാൽ നമ്മൾ ആ ഒരു ശനിയുടെ ആ ദോഷം ഇവർ പരിഹരിച്ചുകൊണ്ട് വേണം ഇവർ ഈ വക കാര്യങ്ങളിലൊക്കെ ഇറങ്ങിത്തിരിക്കുവാൻ. 4-ലെ ശനി അവർക്ക് ദോഷമാണെന്നുള്ളത് ഓർമ്മയിലിരിക്കണം. അതുകൊണ്ട് ശനിദോഷ പരിഹാരം അത്യാവശ്യമായിട്ടും ഇവർ ചെയ്തുകൊണ്ട് വേണം പ്രവർത്തനങ്ങളിലോട്ടൊക്കെ ഇറങ്ങുവാൻ. അതായത് ശാസ്താക്ഷേത്രങ്ങളിൽ ശനിയാഴ്ചകളിൽ ദർശനം നടത്തി വേണ്ട വഴിപാടുകളൊക്കെ നടത്തി വേണം ഇവർ ഈ ഒരു വ്യാഴത്തിൻ്റെ അനുകൂല അവസ്ഥ ഇവർ പ്രയോജനപ്പെടുത്തുവാൻ. മറ്റൊരു കാര്യം ഓർമ്മയിലിരിക്കേണ്ടത് 2025 ഒക്ടോബർ 17 വീണ്ടും വ്യാഴം ഒന്ന് രാശി മാറുന്നു. ഈ രാശി മാറ്റം ഇവർക്ക് അത്ര കണ്ട് അനുകൂലമാവില്ല. എന്തെന്നാൽ അത് ധനുക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 8-ാം ഭാവത്തിലോട്ടാണ് രാശി മാറുന്നത്. ഈ വ്യാഴം മറഞ്ഞ സ്ഥിതിയിലാണുള്ളത്. ആ സമയത്ത് എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം അപാകത ഉണ്ടാവാനുള്ള സാധ്യത കണക്കിലെടുത്ത് വളരെ സൂക്ഷ്മതയോടെ വേണം ആ ഒരു കാലഘട്ടത്തെ തരണം ചെയ്യുവാൻ. ഒക്ടോബർ 17 മുതൽ ഡിസംബർ 6 വരെയാണ് ധനുക്കൂറുകാർക്ക് ഇങ്ങനെ അഷ്ടമത്തിലെ വ്യാഴത്തിൻ്റെ സ്ഥിതി. അതിനുശേഷം പിന്നെ ഈ ഡിസംബർ 6 വീണ്ടും ഇത് പഴയതുപോലെ 7-ാം ഭാവത്തിലേക്ക് വരുന്നു. അത് അനുകൂലമാണ് താനും. അത് 2026 ജൂൺ വരെ അവർക്ക് ആ 7-ൽ വ്യാഴ സ്ഥിതിയുടെ ആനുകൂല്യം കിട്ടും എന്ന് മനസ്സിലാക്കണം. രാഹുവിനെ സംബന്ധിച്ച് രാഹുവും അനുകൂലമായിട്ട് വരുന്നു. രാഹു മെയ് 19, 2025 രാഹു ഇവർക്ക് 3-ലേക്ക് വരുന്നു എന്നുള്ളത് ഒരു ആശ്വാസമാണ്. ഈ രാഹു 3-ൽ നിൽക്കുന്നത് നല്ലതാണെങ്കിലും കേതു 9-ൽ നിൽക്കുന്നത് പിതാവിന് നാശം, ഭാഗ്യനാശം, ദൂരയാത്രകളിൽ വിഷമം, തടസ്സം എന്നിവയ്ക്കിടവരും. അപ്പോൾ ഇവർ 2025 മെയ് 19 ശേഷം ഇവർ വ്യാഴത്തിൻ്റെ ഒരു ആനുകൂല്യം മൊത്തത്തിൽ ലഭ്യമാകുവാനായിട്ട്
ശനിയെ ദോഷം തീർക്കേണ്ടതുണ്ട്, കേതുദോഷവും തീർക്കേണ്ടതുണ്ട്. അപ്പോൾ ശനിയെ പ്രീതിപ്പെടുത്തുവാൻ ശാസ്താക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും ശനിയാഴ്ച വ്രതമെടുക്കുകയും ഒക്കെ വേണം. അതുപോലെ തന്നെ കേതു പ്രീതിക്കായിട്ട് വിഘ്ന നിവാരണത്തിനായിട്ടും ആ ഒരു ഭാഗ്യവർദ്ധനവിനായിട്ടും ഗണപതിയെ പ്രീതിപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. പക്കന്നാൾ തോറും ഗണപതി ഹോമമൊക്കെ നടത്തി അവർ അവരുടെ ആ ഒരു ഭാഗ്യത്തിൻ്റെ സ്ഥിതി അനുകൂലമാക്കിയെടുക്കണം എന്നുള്ളത് ഓർമ്മയിലിരിക്കണം. പിന്നെ 2025 ഒക്ടോബർ 17 മുതൽ ഉള്ള ആ ഒരു ഡിസംബർ 6 വരെയുള്ള കാലഘട്ടം ശക്തമായ ഈശ്വര പ്രാർത്ഥന വേണം എന്നുള്ളതും ഓർമ്മയിലിരിക്കട്ടെ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് കരുതുന്നു. വേണ്ട രീതിയിൽ ഇത് പ്രയോജനപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. നന്ദി, നമസ്കാരം.